ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കാട്ടിലൂടെ നടക്കാട്ടെ. ഇനി അവർ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോഴത്തേനും കൃഷും കൺമണിയും സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷ് പറയുന്നുണ്ട്, താനെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൈ പിടിച്ച് വരേണ്ടവളാണെന്ന് പറയുന്നു. അപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കില്ലേ സാർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തെറ്റിദ്ധരിക്കട്ടെ കൺമണി, എല്ലാവരും ബോധിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആണെങ്കിലോ കൺമണിയുടെ കൂടെ കൃഷ് ഉണ്ടാവുന്നത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് അവരിങ്ങോട്ട് വരട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഈ ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് തന്നെ ബാലുവും സുമിത്രയും കൂടിയും പോവാണ്. കാരണം ബലരാമനെ പുറത്തിറക്കണം, അതിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ചെയ്ത പാപങ്ങളൊക്കെ എണ്ണിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, അമ്മയ്ക്ക് മനസ്സിലായോ, കൺമണിയുടെ അടുത്ത് തന്നെയാണ് ദൈവം ഉള്ളത്, അവളുടെ അടുത്ത് തന്നെയാണ് ന്യായമുള്ളത്, കൊണ്ടാണ് അവളെ നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കാതെ പോയതെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്ത് പറഞ്ഞാലും താൻ ചിരിച്ചുകൊണ്ട് നിൽക്കുള്ളൂ എന്നുള്ളത് സുമിത്ര ഉറപ്പിച്ച് തന്നെ പോകുന്നു. കാരണം ഭാഗ്യശ്രീ ഇപ്പോൾ അവർക്ക് വേണം, അതിന് വേണ്ടിയിട്ട് തന്നെ. അതിനുശേഷം ലാലിയാണെങ്കിലോ സാഗറിനെയും സുജാതയും കാണാനായിട്ട് വീട്ടിലേക്ക് പോകുന്നു. കാരണം ബാലുവിൻ്റെ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഒരു നേഴ്സ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ ലാലി. കാരണം സുജാതയെ നല്ലപോലെ അറിയാം. കാരണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ലാലിയായിരുന്നു കേട്ടോ. ആ ലാലിയാണ് ബലരാമനെ എടുത്തുകൊണ്ട് സുമിത്രയ്ക്ക് കൊടുത്തത്, അങ്ങനെ മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് സുമിത്രയുടെ ഈ ലാലി അനുസരിച്ച് നിൽക്കുന്നതും സുമിത്ര അനുസരിച്ച് നിൽക്കുന്നതും. അതിൻ്റെ കാരണം അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ സുജാതയോട് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലാലി അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മനസ്സൊരുക്കുന്നുണ്ട്. കാരണം തൻ്റെ മൂത്ത മോനെ കണ്ടതാണ് ബലരാമന് വീണ്ടും അവരെ ചേർക്കാനാണ് ലാലി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം തന്നെ പിന്നീടും കൃഷ്ണയും കൺമണിയെ കാണിക്കുന്നുണ്ട്. കൃഷ്ണൻ കൺമണിയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ബലരാമനെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ ഇനി വരാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ. കാരണം ബലരാമൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ ബലരാമൻ്റെ സത്യസന്ധത ഇവർ തിരിച്ചറിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കി. ഇത്രയും കാണിച്ചിട്ടുണ്ട് നല്ലൊരു പ്രൊമോ വിശേഷം കഴിയുന്നത്.